ഹലോ, നിങ്ങളെ ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എന്ന് പറയാനുള്ള ഊക്കൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഐ വാസ് നോട്ട് ഫീലിംഗ് pretty well for the last couple of days. I mean, mentally, I was feeling very sick. I might look like a very sane person, but even then, I turned to be a very insane person at times, just like any other human being. അതിന് കുറേ കാരണങ്ങളുണ്ട്. So, just like a quick update about what's happening in my life right now. 3 ദിവസമായി കുളിച്ചിട്ട് 2 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്. ഐ തിങ്ക് ഇന്നലെ പല്ല് തേച്ചിന്, പക്ഷേ ഇന്ന് പല്ലൊന്നും തേച്ചില്ല. ഇനിയിപ്പോൾ പല്ലേക്കണം. സോ ബിഫോർ പല്ല് തേക്കലിംഗ് ഐ തോട്ട് മേ ബി I wanted to share something about my mental health after coming to Canada. ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും നിങ്ങളോട് ഒരു ഏജൻസികളും സംസാരിക്കാൻ പോകുന്നില്ല. ട്രൂത്ത്. സോ ദിസ് ഈസ് ലൈക്ക് എ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഫ്രം അപർണ. അങ്ങനെയും പറയാം. ഓക്കെ, സോ there are a lot of things that actually upsets me right now. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും മെൻ്റലി ബാഡ് ആവാൻ തുടങ്ങിയത് എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ പേഴ്സണൽ തിങ് അബൌട്ട് മീ. ഇറ്റ് കുഡ് ബി വെരി സബ്ജക്റ്റീവ്. മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി സബ്ജക്റ്റീവ്. ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പം ഞാനിവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മെൻ്റൽ ഹെൽത്ത് കുറച്ച് എൻ്റെ ബാഡ് ആയതുപോലെ എനിക്കിടയ്ക്ക് തോന്നാറ്. Okay, so there are like a few reasons why I feel upset at times. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സീസണൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. I don't know, I pretty much think a lot of you people by now might be knowing about this seasonal depression thing, but I can explain a little bit about seasonal depression for those who don't know. സോ ഇവിടെ കാനഡയിലെ വിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷാണ്, ഭയങ്കര ഇൻറ്റൻസ് ആണ്, എക്സ്ട്രീം കോൾഡാണ് കാനഡയിൽ ഡ്യൂറിങ് വിൻറ്റേഴ്സ്. ഞാൻ നിൽക്കുന്ന പ്രോവിൻസിൽ ഒരു 6 months, മോർ ദൻ 6 months ഇവിടെ തണുപ്പാണ്. ആൻഡ് ഇവിടെ ഇപ്പം ഇന്ന് സൂര്യനൊന്നും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും തോന്നിയ സമയത്ത് വരുന്ന ഒരു സൂര്യനാണ് ഇവിടുത്തെ സൂര്യൻ. അപ്പം ഈ സൂര്യനെ കാണാണ്ടാവുമ്പം നമ്മളുടെ ബ്രെയിനും നമ്മളുടെ മൈൻഡും ബോഡിയും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് വേയിലാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി വിയേർഡ്. കാനഡയിലെ സ്പ്രിംഗ് സമ്മർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വെരി ജോളി ടൈം. ബട്ട് അതിൻ്റെ സെയിം ഓപ്പോസിറ്റ് ആണ് വിൻ്ററിൽ. സോ വിൻ്റർ സീസൺ ആകുമ്പം യു ഗെറ്റ് സീസണൽ ഡിപ്രഷൻ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദറ്റ് ഐ നോ, മോസ്റ്റ് ഓഫ് ദം, വട്ട് എവർ യു ഡു, ഈവൻ ഇഫ് യു ലൈക്ക് ഗോ ഔട്ട്, യു ഡു എക്സസൈസ്, do any extracurricular activities, whatever you do, you cannot escape from seasonal depression most of the time. Seasonal depression നമ്മളിങ്ങനെ വന്നിങ്ങനെ ക്യാച്ച് ചെയ്യും. It's just like that. So seasonal depression is one of the main reason why I become extremely insane. During our season മാത്രമേ ഈ ഒരു പ്രശ്നം വരാറുള്ളൂ. Second thing is I'm someone who really overthinks a lot. എൻ്റെ ജീവിതത്തിൽ പകുതി മുക്കാ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഓവർതിങ്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഓവർതിങ്ക് ചെയ്യുന്ന ഒരാളെടുത്ത് കനേഡിയൻ ഗവൺമെൻറ് ഇങ്ങനെ വന്നിട്ട് പുതിയ കുറേ റൂൾസൊക്കെ ഇട്ടുതന്നാൽ ഞാൻ എന്ത് ചെയ്യണം? പറ. ഒന്നും ചെയ്യാനില്ല. ഓവർതിങ്ക് ചെയ്തു പോവും. ആരാണെങ്കിലും ഓവർതിങ്ക് ചെയ്തു പോവും. സോ ഇപ്പം കാനഡയിലുള്ള PR പ്രോസ്പെക്ട്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഓഫുൾ റൈറ്റ് നൗ. കാരണം പലരും കാനഡയിൽ വരുന്നത് PR കിട്ടണം എന്നുള്ള രീതിക്കാണ് വരുന്നത്. ആ ഒരു മൈൻഡിലാണ് വരുന്നത്. ചില ആൾക്കാർ ഇവിടെ ജസ്റ്റ് പഠിക്കാൻ വന്നു പോകണം എന്നുള്ള രീതിക്കുമാണ് വരുന്നത്. അപ്പം ഞാനും ആകാശേട്ടനും ഇവിടെ കാനഡയിൽ വന്നത് നമുക്ക് PR കിട്ടണം എന്നുള്ള ഇൻറ്റൻഷനിലാണ് നമ്മളിവിടെ വന്നത്. സോ വി കെയിം ഹിയർ 3 years ബാക്ക്. അപ്പം അതും ഞങ്ങൾ വന്നിട്ടുള്ള പ്രോവിൻസ് എന്ന് പറയുന്നത് സെസ്കാച്ചുവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടിക്കാട്ടിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ സെസ്കാച്ചുവനിൽ എല്ലാവരും വരുന്നത് PR കിട്ടാനാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് 3 കൊല്ലമായിട്ട് നമുക്ക് PR-ൻ്റെ ഒരു കാര്യങ്ങളും സെറ്റ് ആവുന്നില്ല. ഇപ്പോൾ പോലും റൂൾസ് കാരണം സെറ്റ് ആവുന്നില്ല എന്ന് പറയുമ്പം you tend to overthink a lot of crap in your head and you cannot help it, unfortunately. അപ്പോൾ that is the second thing. കാനഡയിൽ ഇപ്പോഴത്തെ റൂൾസ് കാര്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമായിപ്പോയി. ഞാനിവിടെ 3 കൊല്ലം വരുമ്പോൾ ഉള്ള റൂൾസും ഇപ്പോഴത്തെ റൂൾസും പറയുന്നത് ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലാണ്. ഒരു മാച്ചും ഇല്ല രണ്ടും തമ്മിൽ. ആൻഡ് that can really upset anyone, to be honest. That is like another reason for me to get upset in my life and to take a lot of stress because of all these കാര്യങ്ങൾ. മൂന്നാമത്തേത് എന്ന് പറയുന്നത്
ഇവിടുത്തെ ഇൻഫ്ലേഷനാണ്. ഞാനിവിടെ വന്ന സമയത്തും ഇപ്പോൾ ഉള്ള ഗ്രോസറീൻ്റെ പൈസ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വാൾമാർട്ടിൽ പോയപ്പം ഐ വോണ്ടഡ് ടു ബൈ എ ബെൽ പെപ്പർ, ക്യാപ്സിക്കം. അതിൻ്റെ പ്രൈസ് ഞാൻ നോക്കിയപ്പം ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ട് $3 or $4 I guess. Sorry, $3 or $5 I guess. Just think about it, $5 for one single bell pepper. What if I'm craving to eat bell pepper? I don't want to spend like $5 for a bell pepper, man. No, that's not how it works. And it got me very, very annoyed. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ബെൽ പെപ്പറിൻ്റെ $5 എന്ന് പറയുന്നത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ വീഡിയോൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഇട്ടുതരാം, ജസ്റ്റ് ആസ് എ പ്രൂഫ്. സോ ഇൻഫ്ലേഷൻ റിയലി ബോദേഴ്സ് മീ. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു ഇവിടെ എല്ലാവരും. I'm gonna tell you that exact drill of what happens here. ജോലിക്ക് പോകുന്നു. ജോലിക്ക് എന്തിനാ പോകുന്നത്? ബില്ലടക്കാൻ. എക്സാക്ട്ലി, ജോലിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം പോകുന്നു. ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ബില്ലടക്കുന്നു. 0 സേവിങ്സ്. ഇതാണ് ഇവിടുത്തെ ഡ്രിൽ. അല്ലാണ്ട് ഇവിടെ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നാട്ടിലിരിക്കുന്ന പലരുടെയും മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ കാനഡ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഉണ്ടാക്കാം, കുറേ സേവിങ്സ് ചെയ്യാം, ആന മുട്ടയാണ്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മൾ മിച്ചം വന്ന പൈസ ഉണ്ട്, മിച്ചം വന്നൊരു $5 കൊണ്ട് നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അന്നത്തെ ആ ഒരു മാസത്തെ എല്ലാ സാധനങ്ങളും തീർന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പം ഇവിടുത്തെ ഇൻഫ്ലേഷൻ എന്നെ വല്ലാണ്ട് ബോദർ ചെയ്യുന്നുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന എല്ലാ പൈസയും ഞാൻ ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങാൻ ഉപയോഗിക്കും. സേവിങ്സ് എന്ന് പറയുന്നത് വട്ടപൂജയാണ്, ഒന്നുമില്ല. നോ സേവിങ്സ്. ദാറ്റ് ക്യാൻ ബോദർ എനി ഹ്യൂമൻ ബീങ്. എസ്പെഷ്യലി നമ്മൾ വേറൊരു പുതിയ രാജ്യത്ത് പോയി ഫ്രം സ്ക്രാച്ച് നമ്മളെല്ലാം ബിൽഡ് ചെയ്തിട്ട് ഇത്രയും കൊല്ലമായിട്ട് നമുക്ക് ഒരു സേവിങ്സും ഇല്ല എന്ന് പറയുമ്പം വിഷമാവും, ആർക്കാരും വിഷമാവും. ഞാനിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്തൊക്കെയായിരുന്നു? ഒന്ന് സീസണൽ ഡിപ്രഷൻ, പിന്നെ ഒന്ന് ഇവിടുത്തെ PR-ൻ്റെ ചേഞ്ചിങ് പ്രോസ്പെക്ട്സ്, പിന്നെ എന്താ മറന്നുപോയി, ഇൻഫ്ലേഷൻ, ബെൽ പേപ്പർ. 4-മത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുടെ വർക്ക് പെർമിറ്റ്സ് ഒക്കെ റിജക്റ്റായി പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഈവൻ മോർ സ്കാരിയർ. റീസെൻ്റ്ലി ആണ് അത് സംഭവിക്കുന്നത്. ആൻഡ് അത് എന്നെ വല്ലാണ്ട് അപ്സെറ്റ് ആക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ വന്ന ഇമിഗ്രൻസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗെറ്റിംഗ് റിജക്റ്റഡ്, ലൈക്ക് വൈ മാൻ, ഐ ഡോണ്ട് സീ എ പോയിന്റ്. 4. 5-മത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലും ഒക്കെ സ്കെയറി ആയിട്ടുള്ള ഒരു സാധനമാണ്. കാനഡയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഐ തിങ്ക് കാനഡ ഇസ് റിയലി ഗോയിങ് ത്രൂ എ ക്രൈസിസ്. പക്ഷെ നമ്മൾ വെടിയും പുകയും മാത്രമേ അറിയുന്നുള്ളൂ എന്ന് മാത്രം. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് ജോലിക്ക് കിട്ടിയ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഒരു സ്റ്റോറ് അടച്ച് പൂട്ടി പാക്കപ്പ് ചെയ്യാനായിരുന്നു ആ ഷിഫ്റ്റിന് എനിക്കുണ്ടായ ജോലി. എത്രയോ ഒരു $1 ബില്യൺ കമ്പനിയൊക്കെ ഇവിടെ ബാങ്ക്രപ്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ട്. ആൻഡ് ഇക്കോണമിക്കലി കാനഡയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്കെയറി ആക്കുന്നത്. ലൈക്ക് മെനി കമ്പനീസ് ആർ ഗോയിങ് ബാങ്ക്രപ്റ്റ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു മോളിൽ ദർ ആർ സെവറൽ സ്റ്റോർസ് ദാറ്റ് ആക്ച്വലി ക്ലോസ്ഡ്. ആൻഡ് അവർ ഫയൽ ചെയ്ത റീസൺ ഇസ് ബാങ്ക്രപ്സി. കുറേ സ്റ്റോർസ് ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഒരു സ്റ്റോർ പോലും ബാങ്ക്രപ്റ്റ് ആയിട്ട് അടച്ചുപോയി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ. ആ മോളിലെ കുറേ കടകൾ അങ്ങനെ ബാങ്ക്രപ്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ട് ഇപ്പം റീസെൻ്റ്ലി. അപ്പം അവിടെയൊക്കെ ഇപ്പം ക്ലോസിങ് സെയിൽ നടക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും $1 ബില്യൺ കമ്പനീസൊക്കെ ബാങ്ക്രപ്സിൻ്റെ പേരിൽ അടച്ചു പോകുന്നതെന്ന് പറയുമ്പം നമ്മളെപ്പോലത്തെ ഒരു സാധാരണ ജനങ്ങൾ ഓബ്വിയസ്ലി നമ്മൾ പാനിക്കാവും. ദാറ്റ്സ് ലൈക്ക് another reason for me to get stressed in my life. Like what's happening? ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു അൺസർട്ടനിറ്റി. That's crazy. I think these are pretty much the reasons why I get upset recently. ഇത്രയൊക്കെ പോരെ ഏതൊരു മനുഷ്യനും അപ്സെറ്റ് ആവാൻ? മതി, ഇതൊക്കെ ധാരാളം മതി. ഇതിലൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ പല ആൾക്കാരും പോകുന്നുണ്ടാവുക. ആൻഡ് ഇപ്പം ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ജസ്റ്റ് ബി കോഷ്യസ്. ഭയമല്ല, ജാഗ്രത മതി. ആ സാധനം ഉണ്ടല്ലോ. I really don't think that right now, I mean, it's not the right time for people to come to Canada.
ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇറ്റ് കുഡ് വേരി. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഓൾസോ ഓൺ ദ സെയിം ബോട്ട്, ഡു comment below your feelings, your thoughts, or like whatever. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഓൺ ദ സെയിം പേജ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഭയങ്കര റാൻഡം ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ആൻഡ് യാ, മെൻ്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സംടൈംസ് മനുഷ്യൻ്റെ പല അവസ്ഥകൾ കാരണം മെൻ്റൽ ഹെൽത്ത് നല്ലതായിരിക്കൂല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, യുനോ, ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവില്ലേ, ഇറ്റ്സ് ലൈക്ക് വെരി നാച്ചുറൽ അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മോർ പവറീഷ് ആയിട്ട് വരുന്നത് വരെ ബൈ എവ്രി വൺ.